ഒരു അൺപ്ലാൻഡ് ട്രിപ്പിന്റെ കഥയാണ്. സമയം രാവിലെ 3:15. രുക്കു ആണെങ്കിൽ നല്ല ഉറക്കം. അവളുടെ ആദ്യ യാത്രയും കൂടെയാണ് വാഗമണിലോട്ട്. എന്തായാലും സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ച് നമ്മളും റെഡിയായി. ഒരു 4:15 ആയപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി. നമ്മുടെ ഫാമിലിയും കൂട്ടുകാരൻ്റെ ഫാമിലിയും കൂടെയാണ് പോകുന്നത്. ടാറ്റ പഞ്ചിലാണ് നമ്മളെല്ലാവരും കൂടെ വാഗമണിലേക്ക് പോകുന്നത്. സമയം 5:56. സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇവിടെ എന്തായാലും ഇറങ്ങി ഒരു ചായയും, ബാക്കിയെല്ലാവരും ഒരു ചായ, ഞാനൊരു പഴംപൊരിയും കൂടെ അകത്താക്കി. ഈരാറ്റുപേട്ട കഴിഞ്ഞ് റോഡൊന്ന് ചെറുതായി വാഗമണിലോട്ടുള്ള കയറ്റം തുടങ്ങി. രുക്കു നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും. വാഗമൺ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വിൽക്കുന്നതും ഐസ്ക്രീം വണ്ടികളും ചൂടോടുകൂടി കിട്ടുന്ന മാഗി കടയും ഉണ്ട്. വണ്ടി നിർത്തിയതും രുക്കു എണീറ്റു. അപ്പോൾ എന്തായാലും തണുപ്പ് കൂടുതൽ അടിക്കേണ്ടെന്ന് വെച്ച് തലയിലൊരു തൊപ്പിയും വെച്ച് പുറത്തിറക്കി. ഈ ചെറിയ തണുപ്പ് അവൾ ആസ്വദിച്ച് മിണ്ടാതിരുന്നു, കാഴ്ചകൾ കണ്ടുകൊണ്ടേ. നമ്മളവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അടുത്തൊരു മാഗി ഓർഡർ ചെയ്തു. 2 മാഗിയാണ് വാങ്ങിച്ചത്. ഒരെണ്ണത്തിന് 60 രൂപ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പതുക്കെ ബാക്കിലോട്ട് മാറി കുറച്ചു നേരം വിശ്രമിച്ചു. ഇവര് കാർ ഓടിച്ചോട്ടെ. രാവിലത്തെ മാഗി ദഹിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ വിശപ്പിന്റെ വിളി വന്നു തുടങ്ങി. വാഗമൺ എത്തിയതും വാഗമൺ കഫേ എന്ന് പറഞ്ഞ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പവും മസാല ദോശയാണ്. അവിടെ തൊട്ടിലിന്റെ സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഈസിയായി. ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് പോയത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് നന്നായി അനുഭവപ്പെട്ടു. 9 മണി തൊട്ട് 5 മണി വരെയാണ് എൻട്രൻസ് ടിക്കറ്റ് കിട്ടുക. 5:30 ക്ലോസിംഗ് ടൈമുമാണ്. ഇവിടെ കിട്ടുന്ന ഒരു ബ്രൗഷറിയിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ റൈഡിന്റെയും ഡീറ്റെയിൽഡ് ഫോട്ടോ അടക്കം ഉണ്ടാവും. ആവശ്യമായുള്ള റൈഡുകൾ നോക്കി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അതാത് റൈഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകൾ എടുത്ത് തന്നെയാണ് കയറേണ്ടത്. കാർ പാർക്കിങ്ങിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ടിക്കറ്റ് കൗണ്ടറും വരുന്നത്. വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രീ ഫാളിന്റെയും സൈക്ലിങ്ങിന്റെയും അടുത്ത് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്ത ആദ്യം തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ടൈം ഉണ്ടാവും. ആ ടൈമിൽ അവിടെ എത്തുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ നമ്മൾ തയ്യാറായി. ഗ്ലാസ് ബ്രിഡ്ജിന്റെയും തുടർന്നുള്ള വീഡിയോ പാർട്ട് 2 ഉണ്ടാവുക. അപ്പോൾ ഈ കാണുന്ന നല്ല മനസ്സുള്ളവർ ഫോളോയും കൂടെ ചെയ്തേക്കണേ.